ഈ വേൾഡ് വ്യൂവിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഞാൻ പറയട്ടെ. അബ്സല്യൂട്ട് ക്രിസ്തുവിൻ്റെതല്ലാത്ത കാഴ്ചപ്പാടുകൾ. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ നമ്മൾ ആദ്യം ആരോട് ആലോചന ചോദിക്കുന്നത്? ഫസ്റ്റ് ഹും ഡു വി ആസ്ക്? ഈ കല്യാണം വേണോ വേണ്ടയോ? ആരോടാ? പാസ്റ്ററോടൊന്നും. പാസ്റ്റർ അടുത്തൊക്കെ വരുന്നതിന് മുമ്പ് ഇത് പല ആൾക്കാരുടെ അടുത്ത് കയറി ഇറങ്ങിയിട്ടേ പാസ്റ്റർ അടുത്ത് വരുള്ളൂ. ഞാൻ പറയാം ഇനി നിങ്ങളെ ചുറ്റിക്കുന്നില്ല. ഞാൻ പറയാം, കണ്ടോ എത്ര ആപേക്ഷികം നോക്കി. അതല്ല ഞാൻ പറയാം. ആദ്യം ചോദിക്കുന്നത് ലക്ഷ്മി ദേവിയോടാ. ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവിയായ ലക്ഷ്മി. പെൺകുട്ടിയുടെ വീട്ടിൽ എന്തുകൊണ്ട്? സാമ്പത്തികം. അവര് ഭയങ്കര പാർട്ടിക്കാരാ, 2 പെൺപിള്ളേരേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ലക്ഷ്മി ദേവി ഈസ് ഹാപ്പി. അടുത്തത് സംഗീതത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെ ദേവിയ സരസ്വതി. പെൺകുട്ടി എന്ത് പഠിച്ചതാ? അവൾ MBA കാരിയാ. അപ്പൊ ലക്ഷ്മി ഇത്തിരി വീക്കായാലും സരസ്വതി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഡൗറി മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വന്നോളൂ. മഹാബുദ്ധിയാ നമുക്ക് കേട്ടോ, മഹാബുദ്ധിയാ. ഇനി അടുത്ത ചോദ്യം, അത് ഇത്തിരി സീക്രട്ടാ, പരസ്യമായിട്ട് ചോദിക്കാൻ പറ്റില്ല. നമ്മുടെ കൂട്ടരാണോ? അപ്പൊ കുലദൈവങ്ങളും ഹാപ്പി. അതിനൊന്നും വിട്ടിട്ടില്ല, ഒരു കുലദൈവങ്ങളെയും വിട്ടിട്ടില്ല. ആ ജാതി കുലദൈവം ഇപ്പോഴും ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കി ചിരിക്കും, നമ്മളെ ഗമയിൽ ഷോൾഡറൊക്കെ തള്ളി വെക്കും. അത് വർഷങ്ങളായി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം സമ്മതിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഒരു ആലോചന ഒത്ത് വന്നിട്ടുണ്ട്. എവിടെ ഒത്തിട്ടുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? വി ആർ ഡിസീവ്ഡ് ബൈ ഹ്യൂമൻ ഫിലോസഫീസ്. സന്തോഷമായോ? അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവാണെന്റെ കർത്താവ്. ഇഫ് ജീസസ് വേർ ഇൻ മൈ പ്ലേസ്, അവൻ വേർപാടിന്റെ നടുച്ചുവരിടിച്ച് കളഞ്ഞ് യവനനുമില്ല യഹൂദനുമെന്നില്ലാതെ മാറ്റി. പിന്നെ ഇതിനകത്തൊരു വലിയ അപകടമുണ്ട്. ഞാൻ യൗവനക്കാരെയും കൂടെ ഉദ്ദേശിച്ച് പറയുക, യൗവനക്കാരുടെ മാതാപിതാക്കളോട് പറയുകയാണ്, ദൈവത്തിന്റെ ക്രോധം നിങ്ങളുടെ മേൽ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഹിന്ദു സഹോദരിമാരോട് സഹോദരങ്ങളോട് സുവിശേഷം പറയാൻ പോരുത്. നിർത്തിക്കോ. ഭാരത സുവിശേഷീകരണത്തിന് നിങ്ങൾ പൈസയും കൊടുക്കരുത്, 5 പൈസ പോലും കൊടുത്തേക്കരുത്. കാരണം ഈ സുവിശേഷം പറഞ്ഞ് കേട്ട് വിശ്വസിച്ച് വരുന്നവർ കല്യാണം കഴിക്കാതെ 35-40 വയസ്സായിട്ട് നിൽക്കുമ്പം നമ്മുടെ വീട്ടിൽ നിന്ന് അവർക്ക് കല്യാണം ആലോചിക്കാൻ അവരെ നമ്മുടെ സഹോദരങ്ങളായോ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട എൻ്റെ കർത്തൃമേശയിൽ എന്നോട് കൈയെടുക്കുന്ന ആളായിട്ടോ എനിക്ക് വിചാരിക്കാൻ പറ്റില്ലെങ്കിൽ, എൻ്റെ മകന് കല്യാണം ആലോചിക്കാൻ പറ്റില്ലെങ്കിൽ അവരോട് സുവിശേഷം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് നിങ്ങൾ ചെയ്യുന്ന കൊടുക്കുന്ന ട്രാക്റ്റ് നിങ്ങൾക്കെതിരെ അലറി വിളിക്കും. ഇവൻ കള്ളനാണെന്ന് അലറി വിളിക്കും. ഡോണ്ട് ഡു ഇറ്റ്.